അങ്ങനെ പാലാട്ട് ഉരുണ്ടി കിടക്കും. അത്രത്തോളം സുത്തമാണ് കാട്ടുതേന്. അവിടെ എന്താ പ്രത്യേകത വെച്ചാല് അവിടെ ഇടക്ക് ഈ വന്യമൃഗങ്ങളൊക്കെ വരും. അതായത് ഈ ആന, അതുപോലെ കടുവ, അങ്ങനത്തെ ഈ വന്യമൃഗങ്ങളൊക്കെ അങ്ങോട്ട് ഇടക്കിടക്ക് വരും. അവിടെ ഒരു ഫുൾ ഓപ്ഷൻ ട്രാക്ടർ ഉണ്ട് ഇവിടെ. ഇതിൽ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. ആരപ്പാന്ന് റൂലിരിക്കണേ, ഞായറാഴ്ച ആയിട്ട് പണിയൊന്നും ഇല്ലാതെ ഇരിക്കല്ലേ ഇപ്പോൾ അവിടെ. വെൽക്കം ബാക്ക്, ഷെബിയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ദിവസത്തിന്റെ ഒരു ഡിലേ വന്ന് നമുക്ക് കുറച്ച് തിരക്കായി പോയി, അതുണ്ടായത്, വേറൊന്നുമല്ല. അപ്പൊ നമ്മള് ഇന്ന് പുതിയൊരു യാത്രക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഞാൻ മാത്രല്ല, ഞാണ്ട് നമ്മളെ അസ്ലമുണ്ട്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അസ്ലമിന് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അതിനൊന്നല്ല കേട്ടോ, ബിസിനസ്മാനാണ് ഇപ്പൊ, മുതലാളിയാണ് മുതലാളി. പിന്നെ ഇന്നത്തെ റൂട്ട് എങ്ങനെ വെച്ചാല് നമ്മള് നേരെ വയനാട് പോയി ഒരു 2-3 സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ട് കഴിഞ്ഞ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നേരെ നാട്ടിലെത്തി ഇങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. എന്നാ പിന്നെ പോരാ, പുതിയൊരു വെൽക്കം ബാക്ക് ആയിട്ട് അങ്ങനെ നമ്മള് ഹോട്ടലിലൊക്കെ കയറി ഫുഡൊക്കെ അടിച്ച് ഇനി നമ്മൾ യാത്ര വീണ്ടും നമ്മൾ തുടരുകയാണ് ഗൈസ്. അസ്ലമത്തെ പറപ്പിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമുക്കൊരു പന്തയം വെച്ചിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഇപ്രാവശ്യം എന്തെങ്കിലും പന്തയം വെക്കാൻ ഐഡിയ ഇല്ല. അപ്പൊ ഇനി നമ്മള് ചുരത്താനായി താമരശ്ശേരി ചുരം കയറാനായിക്കണ്. കുറച്ചും കൂടി പോയി കഴിഞ്ഞാല് നമ്മള് ചുരത്തിൽ എത്തും. അപ്പൊ ഇനി കുറച്ച് സമയത്തിന് നമുക്ക് ചുരത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാം. ചുരത്തില് വലുതായിട്ടൊന്നും കാണാനൊന്നുമില്ല. ബാക്കിയുണ്ടെങ്കിൽ 2 കുരങ്ങന്മാരെ കാണാം, അല്ലാതായിട്ടൊന്നുമില്ല. ഒരുപാട് ദിവസം നമ്മൾ ഈ വീഡിയോ ഇടാതെ നിന്നിട്ടേ വ്ളോഗിൽ എങ്ങനെയെന്നൊക്കെ മറന്നു പോയിക്കണം. ഇനിയിപ്പോൾ ഒന്നേന്ന് തുടങ്ങണം. ഇനി ചുരം നമുക്കെന്നും ഒരു വീക്ക്നെസ് ആണല്ലോ. ഇവിടെ എന്താ, ഇവിടെ നമ്മള് കാടമുട്ട നമ്മൾ ചാടിച്ചോണ്ട് ഇനിയിപ്പോൾ വേണ്ട. രാവിലെ ആയതുകൊണ്ട് ചരക്ക് ലോറികൾ ഒരുപാടെണ്ണുണ്ട്. നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ വീഡിയോയിലും ഉണ്ട് ഈ ചുരം ഇങ്ങനെ കയറി പോകുന്നത്. അതാട്ട ഇങ്ങനെ വല്ലാതെ കാണിച്ചിരാത്ത ഇതിപ്പോ ഒന്നുമില്ലല്ലോ, ഇങ്ങനെ കയറി ഇങ്ങനെ പോവല്ലേ. മാരൊക്കെ ഇവിടെ ഇങ്ങനെ നിക്കണ്, ഫാനും നോക്കി. എന്താ ഇപ്പൊ ഇന്ന് പണിക്കുപോയിട്ടില്ലേ? എല്ലാരും ഉണ്ടല്ലോ ഇന്ന്. ആറാഴ്ചയല്ലേ ഇന്ന്? ഞാൻ മറന്നുപോയി. ഈ പപ്പട വയ്ക്കുന്ന 10 രൂപ എപ്പോഴും കഴിഞ്ഞിട്ടില്ല. നമ്മളെന്തായാലും പതിവ് എത്തിച്ചിട്ടില്ല. നമ്മളിതിൽ വരുമ്പോഴൊക്കെ അത് അവിടെ നിർത്തലുണ്ട്. അത് നമ്മളിപ്പോഴും നിർത്തിയിരിക്കണേ. വണ്ടികളൊക്കെ അതെ മറ്റേ എറുമ്പ് വേണം അതിലിങ്ങനെ പോണു, വരി വെച്ച് വണ്ടികളൊക്കെ അതിങ്ങനെ എറുമ്പ് വരി വെച്ച് വന്നിട്ട് പോകണാറ്. അതിൻ്റെ ഇടയിൽ ഈ കട്ടുറുമ്പ് പോകണ അതിരി വലിയ വണ്ടികളുണ്ട്. നമ്മളങ്ങനെ വന്ന് നമ്മളെ ബത്തേരി സുൽത്താൻ ബത്തേരി. അപ്പം അങ്ങനെ നമ്മൾ സുൽത്താൻ ബത്തേരി തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരിയെ കുറിച്ച് പറയണമെങ്കിൽ നല്ല വൃത്തി വെളുപ്പൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. ആ പാടില്ല ശരിക്കും പറഞ്ഞു കഴിയുമ്പോഴേക്കാരം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണാം. എന്നാലും നോക്കുകയാണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഉഷാർ. അവിടെ നല്ല വൃത്തി വെളുപ്പൊക്കെ ഉണ്ട്, നല്ല അടിപൊളി സ്ഥലം. ഇവിടുത്തെ ഫുഡ് കോർട്ടും കാര്യങ്ങളും നോക്കിയാണ്. ഇവിടെ ചെടികൾ ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെ മനോഹരാക്കാൻ പറ്റിയിട്ടുണ്ടോ അതങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ. സംഭവം ഉഷാറാക്കിയാണ്. നമ്മൾ കുറേ ഇരുന്ന് ചടച്ചില്ല, ഇനി കുറച്ച് ചായ വെച്ചിട്ട് വരാം. അതിലേക്ക് ഇതാ പോകണം. നമ്മള് മുത്തങ്ങയിലാണ് കേട്ടോ. അപ്പോൾ മുത്തങ്ങ ഫോറസ്റ്റിനുള്ളിലാണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ കാണാനൊന്നും ഈ ഒരു സമയമാകുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. പിന്നെ പിന്നെത്താ അങ്ങനെ പോവല്ലാതെ
പ്രതീക്ഷിക്കാം. പ്രതീക്ഷ എന്നല്ല ഏറ്റവും വലുത്. പ്രതീക്ഷിക്കാം, കാണും. അനിമൽ ക്രോസിംഗ് സോണാണ്. ആ ഗേറ്റ് വെച്ചിട്ട് നമുക്ക് ഇനി കാണാൻ പറ്റുമോ നോക്കാം. നമുക്ക് ടോൾ ഇരിക്കുമ്പോൾ നമുക്ക് ക്യാമറ ഓൺ ആക്കിയാലോ. വേറെ എന്തുണ്ട്, മുത്തങ്ങൽ 2 ദിവസം മുന്നേ ചെക്ക് പോസ്റ്റാണ്. മുത്തങ്ങ RTO ചെക്ക് പോസ്റ്റ്. ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ ചെക്ക് പോസ്റ്റ് തന്നെ ഉണ്ട്. കാശ്മീർ വണ്ടിയില് വൈബി ഏതാ? WB അല്ലേ? വെസ്റ്റ് ബംഗാൾ. WB. ഇവർക്ക് ക്യാമറ ഉണ്ടല്ലോ. റൈഡേഴ്സിന് മൊത്തം ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും തടുക്കണാണല്ലോ. നീ തടുക്കുവാവോ? ഇനി ഹർത്താലും പ്രശ്നമൊന്നുമില്ല. ആകെയല്ലേ അസ്ലമിന്റെ ഫാൻ്റെ ഉണ്ട് ബാക്കില്, വേറെ ഒന്നും ഇല്ലേ. റംബൂട്ടാൻ നല്ലോ പോകുന്നുണ്ട് ഇവിടെ. നമുക്ക് കുറച്ചങ്ങോട്ട് എത്തട്ടെ. എന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വാങ്ങാം. ഭയങ്കര ചെക്കിങ്. ഇപ്രാവശ്യം എന്തെങ്കിലും പന്തയം ഉണ്ടാവട്ടെ, നമുക്ക് നോക്കൊന്നുമില്ല. അസ്ലമിന്റെ ഇപ്പൊ നമ്മൾ എന്നൊക്കെ പോകുന്നുണ്ടോ ഓരോ പന്തയം വെക്കും. കാണും. എമ്മക്കലക്ക വെള്ളം, ഒരു ചെറിയൊരു അരുവി. ഇവിടെ ഒക്കെ ഈ ആനിറങ്ങും, അതായത് കടുവറങ്ങുന്നില്ല പോസ്റ്റർ. ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്റർ ഓടിച്ചിട്ടാ തോന്നുന്നുണ്ട്. അത് വലിയ നാട്ടാനേക്കാര് ചാടി നല്ലൊരു ക്ലിപ്പ് കിട്ടി. എടുത്തേക്ക് വിട്ടുന്നോട്ടെ, കുഴപ്പമില്ല. എന്തോ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ മുന്നിൽ. ചിലപ്പോ ആരെയും മുന്നിൽ കാനാടി ഉണ്ടാവും. എന്തായാലും കാട്ടിൽ ഭയങ്കര ബ്ലോക്ക്. ഇപ്പൊ വണ്ടി പോയാലേ ഇപ്പൊ അതിന്റെ അപ്പുറം കാണുള്ളൂ. എന്താ ചെയ്യാലേ? ഇപ്പൊ ആരോടെയും നിർത്തി ചോദിച്ചാലോ? ഞാനൊക്കെ ഇത്രയും സമയം കാണും പോവാണെങ്കിൽ എന്തെങ്കിലും കേസ് ഉണ്ടാവാം. മഞ്ഞ മാത്രമേ ഉണ്ടാവും. എവിടെ നോ സർവീസാ, നീ വിളിച്ചാൽ പോലും കിട്ടൂല. പിന്നെ ആരും വിളിച്ചല്ലാത്തോണ്ട് ഫ്രീ ആയിട്ട് പോവാലോ. എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിൽ ഇതേമാതിരി കാട്ടിലൂടെ ചെറിയ യാത്ര ചെയ്താൽ മതി, എല്ലാം കഴിയും. കോരിക്കാരുണ്ടാവും, ഇങ്ങോട്ട് വരുന്നില്ലല്ലോ അധികം. വല്ല മാനമായിട്ട് മുമ്പ് ചാടി ഉണ്ടാവും. അതിന് പോലും ഇങ്ങനെ കണ്ടുണ്ട്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഡിക്കൊന്നും ഉണ്ടായി കിട്ടില്ല. അവിടെ ആരോ തകരം മടിച്ചിരിക്കുന്നു. പെട്ടി പോകുന്നു. നല്ല പഴക്കുണ്ട്. എന്തായാലും പറഞ്ഞോണ്ട് തള്ളി പോയതേ കാര്യം. ഇപ്പൊ ഫോറസ്റ്റുകാർ ചിലപ്പോ ഇതിലാരും പോകുന്നുണ്ട് പറഞ്ഞിട്ട് ചിലപ്പോ ഉണ്ടാക്കി ചേരി ഒരു മറ്റേ ലാൻഡ്സ്കേപ്പ് ഇട്ട അവിടെ വണ്ടി മുമ്പ് കിടക്ക്. വണ്ടി പോയിക്കിട്. എന്താ തള്ളി 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 വണ്ടി പോയതെന്ന് അറിയില്ലല്ല. ബൈക്കും പോണവരൊക്കെ കരുതിക്കോടി. കടുവ വേക്കുന്ന വലിച്ചോണ്ട് പോകും. മറ്റേ ട്രെൻഡിങ് ഉണ്ടല്ലോ ഇവിടെ എന്നിട്ട് പുല്ലിനെ കാണുമ്പോ പറഞ്ഞാൽ മതി. ചാടുമ്പോ തല വിടുമ്പോഴാണ് പൊന്തിച്ച ക്ലാസ്. തല ഇങ്ങനെ സിറ്റാണ്. അത് മൂട്ടിന് കാല് കുത്തി തേണ്ടാണ് താത്ത. അപ്പോൾ പോയിക്കോളൂ. അല്ല പൊങ്ങിയോട് 90 കൊത്തിന് വരുമ്പോ പൂരി തരട്ട് ഉത്തർക്കപ്പോടെ അങ്ങനെ ഇല്ല. ചാട് അങ്ങനെ വരുമ്പോ കാണുമ്പോ ഞാൻ പൊന്തും പോയി കാരണം അവിടെ ചാടുക. തല കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ശരിയാണ്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതായത് ഇപ്പൊ ഈ ആനന്റെ ഫോട്ടോ അതേമാതിരി ഇപ്പൊ ഇവിടെ മാന് ക്രോസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഫ്ലക്സ് ഉണ്ടല്ലോ, പോസ്റ്റർ ഉണ്ടല്ലോ. ഇതിപ്പോ അതിനനുസരിച്ച് ഓരോ ആനകളെയും മാനുകളൊക്കെ അവിടെ നിർത്തിച്ച് കയറും. ഓരോ കാലത്ത് ഓരോ ആനയൊക്കെ പാസ് ചെയ്തിട്ടുണ്ടാവും അന്നത്തെ ആരല്ലേ? അല്ലെങ്കിൽ ചിലപ്പോ അതിന് പണിഷ്മെന്റ് ഉണ്ട്. കാരണം ഇപ്പൊ ഇത്രയും നേരം ആനയും ഇതൊന്നും ഇല്ലേ? ആനയിനിപ്പോ കയറിപ്പോയി. എങ്ങനെ അറിയാം എനിക്ക്? അതായത് അവിടെ ആനന്റെ ഫ്ലെക്സ് കാണുമ്പോ അവിടെ ആന ഉണ്ടായിരിക്കണം. ചെറുക്കൂടിയല്ലേ
എന്തായാലും ഈ കാട്ടിൽ വെറുതെ നിൽക്കണം. ഒരു 2-3 മാനകളെങ്കിലും ഇവിടെ കൊടുന്നിടേണ്ടിനി. ഇതിങ്ങനെ ബ്ലോക്കിൽ ആന പോയിട്ടൊരു നാടൻ നായനെങ്കിലും കണ്ടാൽ മതി. ആരപ്പാന്ന് റൂലിരിക്കണേ. ഞായറാഴ്ച ആയിട്ട് പണിയൊന്നും ഇല്ലാതെ ഇരിക്കല്ലേ ഇവിടെ. എന്നപ്പോ ഈ ബ്ലോക്കൊക്കെ ഇപ്പൊ ഒന്ന് കയ്യാവൂലേ? എന്താണ് എന്താ വർത്താനം? പരിത്തോൾക്കൊക്കെ സുഖല്ലേ? ഇവിടുത്തെ അവിടെ പോയിക്കൊണ്ട് മുട്ടായി ആർക്കും കൊടുക്കാതെ. എടാ ചെറിയ പൊട്ടുകല് ഈ കുട്ടിക്ക് കൊടുക്കടാ. അല്ല പിന്നെ മലയാളം പറഞ്ഞ മനസ്സിലായിട്ട് പോയിക്ക്. സംഭവം അവിടെ ചെക്ക് പോസ്റ്റിന്റെ ഒരു പ്രശ്നം കിട്ടും. അതാണ് ഇത്രയും ബ്ലോക്ക് ഉണ്ടായത്. അത് കഴിഞ്ഞു, ബ്ലോക്ക് കഴിഞ്ഞു. ശ്രദ്ധിച്ചു പറക്കും പിന്നെ നമ്മള്. അപ്പോ അത് കഴിഞ്ഞു. ഇനിയിപ്പോ അപ്പൊ ഇനി നേരെ പോവാ. ബ്ലോക്കിൽ നിന്നപ്പോ ഒരു സുഖം ഉണ്ട്. കുറെ നേരം റെസ്റ്റ് എടുക്കാൻ പറ്റി. കുറുക്കനുണ്ട് അറിയുന്നത്. കുറുക്കനുണ്ട് പറഞ്ഞിട്ട് കുരങ്ങനല്ല നടക്കണത്. നമ്മള് ഇങ്ങനെ കാടിന്റെ ഉള്ളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ മൃഗങ്ങളെയും കാണുമെന്ന പ്രതീക്ഷയിൽ. ആന പോയിട്ട് പേരിനൊരു പന്നിക്കുട്ടീനെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. നേരത്തെ ഒരു മാൻകൂട്ടം കണ്ടോട്ടെ. നമ്മളെ ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല. ഇനി ഏതായാലും വണ്ടി അങ്ങ് നിർത്തുന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഹോൺ അടിച്ചാൽ മതി. എന്തെന്നല്ല വിശാലമായ കാടുകളിലെ നമ്മളങ്ങനെ വന്നിപ്പോ ഗുണ്ടൽപേട്ടെത്തിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ചായ അടിച്ചില്ലല്ലോ. ആ ടേസ്റ്റ് ഒരട്ട് പാടെ നമുക്കൊന്ന് ആ ഒരു ഓർമ്മ പുതുക്കിയെടുക്കണ്ട. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് പെട്രോൾ പമ്പ് കയറാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അധികം കാണരുത് അത് ട്രാക്ടർ. അത് ഇഷ്ടം മാതിരി ഉണ്ടാവും അവിടെ. സത്യം പറഞ്ഞ വണ്ടിന്റെ ഉള്ളിൽ നല്ല ചൂടും പുറത്ത് നല്ല തണുപ്പുമാണ്. റോഡാണ് റോഡ്. റോഡ് അറിയോ? ഞങ്ങളെ തൽക്കാലം ഇപ്പൊ സർക്കാരിന് പൈസ എടുക്കാൻ ഉദ്ദേശിക്കണില്ല. ഞങ്ങള് എന്താ പറയാ ഒരു കുറുക്ക് വഴി കൂടെ ഒരു നാട്ടിൻപുറത്ത് കൂടെ ഇപ്പൊ നമ്മള് പോകണത്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കാണുന്ന ചോളാണ്. തൊട്ടപ്പുറത്ത് നല്ല മല്ലികപ്പൂക്കൾ അങ്ങനെ വീഞ്ഞിരിക്കണേ. ഇവിടെ അധികം ഈ കൃഷിക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇതെന്തൊരു എന്തിനാണ് അതിനെ വെറുതെ തല്ലണേ? അത് നല്ല ആയുണ്ട്. നമുക്ക് നിർത്താൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെയൊക്കെ. ഇതൊക്കെ ചോളല് എല്ലാവരും തടാകത്ത അവിടെ. ഏതോ ഗ്രാമങ്ങൾക്കുള്ളിലൂടെ ഇനിയിപ്പോ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രാമങ്ങളിൽ പാർക്കൊക്കെ ചെയ്യാം. നമ്മള് എന്താ പറയാ കേരളം വിട്ടിട്ട് നീ തമിഴ്നാടോ കർണാടക കിടക്കണമെങ്കിൽ ഇതേമാതിരി കുറേ ഉണ്ടാവും പശുക്കൾ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് കിടക്കണേ. നല്ല വാസന. കഴിഞ്ഞ നമ്മൾ ടോൾ കൊടുത്തിട്ടുണ്ട്. പുതിയ വണ്ടിയാണുള്ളത്. കഴിഞ്ഞ 2 കൂടി നമ്മളങ്ങനെ പോയിക്കണേ. ഏതാ റോഡ് നോക്കി 2 സൈഡിലും ഇങ്ങനെ പൂക്കളിങ്ങനെ വിരിഞ്ഞിരിക്കുക. ആ ഒരു നടുവ് കൂടെ ഇങ്ങനെയല്ല ഒരു യാത്ര. എന്താ സുഖല്ലേ? നമുക്കിപ്പോ ഹോണില്ലാത്ത പ്രശ്നമുള്ളൂ. എന്താ
ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇട്ടത്. സൂര്യകാന്തി ഇതവിടെ തോട്ടങ്ങള് പൂക്കൾ തോട്ടങ്ങൾ കൃഷി എടുത്താൽ ആൾക്കാർ ഇതൊരു ഹിഡൻ പ്ലേസ് ആയിട്ട് നമ്മൾ കണക്കാക്കാം. കേരള വണ്ടി ഏതൊക്കെയോ ഒരു സ്ഥലത്ത് എത്തിക്കണം. എന്തായാലും ഏതൊരു കോളനി എത്തിക്കണം ഇപ്പോൾ. എന്താ ചൊർക്കോക്കിങ്, പല നിറത്തിലുള്ള ഭൂമികൾ കണ്ടില്ലല്ലോ. എന്താലേ പല കളറും, ചുവപ്പ്, മഞ്ഞ, പച്ച. ഇതൊരു കോളനിയാണ്. ഇപ്പോൾ കോളനിയുടെ ഉള്ളിൽ കൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് വരുന്നത്. സംഭവം പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ. അവിടെ ഒരു ഹമ്പുണ്ട്, ഇപ്പം ചോടും. ബാക്കിൽ വെച്ച് ഓഫർ എപ്പോഴും ചാട്ടങ്ങളും. നമ്മൾ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ നിന്നപ്പോൾ കയറിയിട്ടുണ്ട് ഈ ഒരു പമ്പിൽ. നമ്മൾ മൂത്രയിക്കാൻ എണ്ണടിക്കാനൊക്കെ ആയിട്ട്. ഞാൻ അതിൻ്റെ ബാക്ക് വശം കാണിച്ചിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നിവിടെ മണ്ണൊക്കെ ഇങ്ങനെ കളച്ചു പോയി. അപ്പോൾ ഒന്നും ഇവിടെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ. എന്താ ക്യാബേജ് കൃഷിയാണ് തോന്നുന്നുണ്ട്. ക്യാബേജ് അല്ലല്ലോ, വേറെ എന്തൊരു കൃഷിയാണ്. ഒരു ഫുൾ ഓപ്ഷൻ ട്രാക്ടർ ഉണ്ട് ഇവിടെ. ഇതിൽ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. നേരെ ഈ വണ്ടി കൊണ്ട് പാടത്തൊക്കെ ഇറക്കിയാൽ മതി. അതിൻ്റെ മുകളിലൊക്കെ ഇരിക്കുമ്പോൾ എന്താ സുഖമല്ലേ. മറ്റേ വലിയ ആനപ്പുറത്ത് ഇങ്ങനെ ഇരുന്നുകൊണ്ട് പോകുന്ന ഒരു ഫീൽ ഉണ്ടാവും. ഇത് കണ്ടോ, ഇത് ഹിമവതി ഗോപാലസ്വാമി ഇതാണ് ക്ഷേത്രമാണ് ഇവിടെ. ഈ റൂട്ടിന് പോയി കഴിഞ്ഞാൽ അവിടെ എന്താ പ്രത്യേകത വെച്ചാൽ അവിടെ ഇടക്ക് ഈ വന്യമൃഗങ്ങളൊക്കെ വരും. അതായത് ഈ ആന, അതുപോലെ കടുവ, അങ്ങനത്തെ ഈ വന്യമൃഗങ്ങളൊക്കെ അങ്ങോട്ട് ഇടക്കിടക്ക് വരും അവിടെ. ചില സമയങ്ങളൊക്കെ പോയ ഭാഗ്യമുള്ളവർക്ക് അവിടെ കാണാൻ പറ്റും. അതാണ് അവിടെ ഒരു പ്രത്യേകത. അതാണ് ഒരുപാടുണ്ട്. ചില റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ. അവർ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ അടിച്ചു നോക്കിയാൽ മതി, ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രം എന്നൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ യൂട്യൂബിലായാലും ചില ഷോർട്സിലൊക്കെ ആയിക്കണ്ട് കാണുമ്പോൾ ആനൊക്കെ ഇങ്ങനെ കയറിയുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ആ ഒരു അമ്പലത്തിനുണ്ട്. ഇവിടുത്തെ മേടിച്ച് അവിടെ കച്ചവടം നോക്കും. ഏത് ഇരുമ്പൽ ചെളി കവാട്ട് കൊളസ്ട്രോൾ റൊക്കത് കാണിച്ചാൽ ആവശ്യപ്പെടും. പാലും പിടിക്കത്തെ തടിക്കും, ഫിറ്റ്നസ് വയ്ക്കും. മാറി വെള്ളം താഴെ കളഞ്ചാലും തേന്മാത്ര അവിടെ കൊടുക്കും, വെള്ളത്തിൽ മിക്സായി പോകാൻ. സംഭവത്തിനാ അങ്ങനെ പാലാട്ട് ഉരുണ്ടി കിടക്കും. അത്ര സുത്തമാണ് കാട്ടു തേൻ. വെള്ളം മാറി മിക്സിങ് അടിച്ചാൽ ദയവ് ചെയ്ത് അവിടെ തേൻ മേടിക്കേണ്ട. ഓർഗാനിക് അറിയണേ. അങ്ങനെ എന്താ റേറ്റ് തന്നെ? ചെറുത്തിന് 1200 ലിറ്റർ, നന്ദിന് 750. வெயிட் നോക്കട്ടെ. ஒரு லிட்டருக்கு 1.5 kg 450 gram வரும். உங்களுக்கு வெயிட் தான் தூക്കുന്ന പൈസ. നല്ല ഫ്രഷ് തേനാണ്. അതായത് കാട്ടുതേനായിട്ട് ചെറുതേനൊക്കെ ഓരോന്നിനും 1750 റുപ്യക്കിന് റേറ്റ് വരുന്നത്. നമുക്ക് ഫുൾ ടെസ്റ്റ് മൂപ്പര് കാണിച്ചു കേട്ടോ. ഫുൾ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി എന്നാണ് മൂപ്പര് പറയുന്നത്.